ശ്രീനിവാസൻ എനിക്ക് കഥ 2 പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രൈ ചെയ്ത് കഥയൊക്കെ തന്നു. പക്ഷേ ഞാൻ സിനിമ എടുത്തില്ല. അതിനുള്ള ധൈര്യം വന്നിരുന്നില്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പലരായിട്ടും. ഇപ്പം കീർത്തിയുടെ ഫാദർ സുരേഷ് ഞാനും വെരി ക്ലോസ് ഫ്രണ്ട്സ്. ആൻഡ് സുരേഷിൻ്റെ മൂവീസൊക്കെ ഷൂട്ട് ചെയ്യുമ്പം ഞാൻ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഡൽഹിയിൽ കാശ്മീരം ഷൂട്ട് ചെയ്തപ്പം 1 മാസം ഡൽഹിയിൽ ഞാൻ സുരേഷിൻ്റെ ഒപ്പം ഉണ്ടാവും. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യുമായിരുന്നു. അതാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പല പ്രാവശ്യം പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി. നമ്മൾ ശ്രീനിവാസൻ എനിക്ക് കഥ 2 പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രൈ ചെയ്ത് കഥയൊക്കെ തന്നു. പക്ഷേ ഞാൻ സിനിമ എടുത്തില്ല. പ്രിയനായിരുന്നു ഡയറക്റ്റ് ചെയ്യേണ്ടത്, അത് ചെയ്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഓർമ്മയുണ്ട്, മലാമൽ വീക്ക്ലി പ്രിയൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കാരക്കുടി പോകുന്നതും അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യുന്നതെല്ലാം. ബട്ട് I didn't have the guts to do that because അന്ന് മൂവി എന്ന് പറയുന്നത് ഇറ്റ് വാസ് അത്ര റിസ്ക്കാണ്. അപ്പോൾ എന്തോ ഓജി പോലുള്ള ആർക്ക് ഗട്ട്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ കാര്യമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഏജ് 26 ആണ്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ഏജിൽ നമുക്ക് അതിനുള്ള ധൈര്യം വന്നിരുന്നില്ല. എന്ന് വെച്ചാൽ പോയി കംപ്ലീറ്റ് അടിച്ചു പോകും. ഈ ഒരു ഏജിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസറെ ഞാൻ അടുത്തല്ലോ എനിക്ക് ഐ വിൽ ബി ഹാവിങ് 2 മൂവി. ഇപ്പോൾ തന്നെ ഞാൻ ഒരു മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എവറിത്തിങ് ഇസ് സെറ്റ്. അല്ല, എൻ്റെ മൂവീസ് എല്ലാം നല്ല മൂവീസ് തന്നെ. എൻ്റെ കമ്പനിയുടെ പേര് ഫിലിം ബ്രൂവറി. ഐ ഹാവ് ഡൺ സം റിയലി ഗുഡ് മൂവീസ്. അതില്ല, അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിനകത്ത് ചുമ്മാ തമാശക്ക് വെറുതെ ചുമ്മാ അഭിനയിച്ചിരുന്നു. ആദ്യം എന്താ അഭിനയിക്കാൻ? ആ അഭിനയിക്കുന്നുണ്ട് ചുമ്മാ തമാശക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചുമ്മാ വണ്ടിയൊക്കെ ഓടിച്ച് അത് തന്നെ. അതെ, സത്യത്തിന് അതെ, നല്ല രസമായിട്ട് വണ്ടി ഓടിച്ചിരുന്നു. നല്ല ജിപ്സി ഓടിച്ച് ജിപ്സി മറിച്ച് അതൊക്കെ അത് രസമായിരുന്നു കേട്ടോ. ഗേൾ ഫാൻസ് റേസറിന് മാത്രമല്ലല്ലോ, പിന്നെ അപ്പോൾ അതിനകത്തിപ്പം എന്താ പറയുക, സ്പീഡിൽ ഓടിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ട്രക്ക് ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സിന് തന്നെ എന്തോരാണ് പെണ്ണുങ്ങൾ പുറകെ ക്യൂവിന് നിൽക്കാണ്. അപ്പൊ ഒരു റേസറിന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ട്രക്ക് ഡ്രൈവേഴ്സിന്റെ പുറകെ ആൾക്കാരല്ല, ബസ് ഡ്രൈവേഴ്സ്. അപ്പോൾ താൻ ഏത് ബസ്സിന്റെ ഡ്രൈവറായിട്ടാണ് തനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിരിക്കുന്നത്? ആലുവ എറണാകുളം ബസ്സാണോ അതോ കോഴിക്കോട് എറണാകുളം ബസ്സിന്റെ ഡ്രൈവറാണോ? ഏതാ അതിൽ തനിക്ക് ഏറ്റവും ഇതായിട്ട്? കോഴിക്കോടാണ്. അത് ശരി, ഓക്കെ. അപ്പോൾ അതിങ്ങനെ ഇഷ്ടം കൂടാനായിട്ട് എങ്ങനെ ബസ്സിന്റെ സ്പീഡ് കൂടുതൽ ഓടിക്കുമ്പോഴാണോ